71 സങ്കീർത്തനത്തിൻ്റെ ആശയതന്തു എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥനയിൽ ആശ്രയിക്കാം. പ്രാർത്ഥനയിലൂടെ നമ്മുടെ വംശീയ ശത്രുവായ സാത്താനെ കീഴടക്കാം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ ഉള്ളങ്ങളിൽ 2 ചെന്നായ്ക്കളെ നമ്മൾ വളർത്തുന്നുണ്ട്. ഒന്ന് നന്മയും മറ്റൊന്ന് തിന്മയുമാണ്. നാം ഏതിന് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നോ അതനുസരിച്ചാണ് അവയുടെ വളർച്ച. ഈ ഭക്ഷണം കൊടുക്കൽ പ്രക്രിയയ്ക്കാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നോമ്പ് കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരാത്മപരിശോധന നാം നടത്തണ്ടേ? ഉള്ളിലിരുന്ന് വാവിളിക്കുന്ന തിന്മയെ പട്ടിണിക്കിട്ട് നന്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു കരുത്ത് നാം ആർജിക്കണ്ടേ? നന്മ വളരുന്നതുപോലെ കാഴ്ചയും കേൾവിയും സ്പർശനവുമൊക്കെ നിയന്ത്രണ വിധേയമാക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, സ്വർഗീയ മന്ന സ്വീകരിച്ച് ഉള്ളിലിരിക്കുന്ന നന്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തുന്ന ദിനങ്ങളാക്കി ഈ നോമ്പ് ദിനങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം.